നമസ്കാരം. ആത്മജ്ഞാനത്തിൻ്റെ അമൂല്യനിധിയായ ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളും നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാകണമെന്നില്ല. എന്നാൽ ശ്രീ രമണ മഹർഷിയുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ ആ ശ്ലോകങ്ങളെ പരിശോധിച്ചാൽ അത്ഭുതകരമായ വ്യക്തതയോടെ നമുക്ക് അത് മനസ്സിലാകും. ഇന്ന് ശ്രീ രമണ മഹർഷി പറഞ്ഞ 2 കാര്യങ്ങൾ നോക്കിയ ശേഷം ശ്രീകൃഷ്ണൻ്റെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. രമണ മഹർഷിയുടെ ഞാൻ ആരാണ് എന്ന പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. ആത്മസാക്ഷാത്കാരം എപ്പോഴാണ് ലഭിക്കുക? മഹർഷി പറഞ്ഞു, കാണപ്പെടുന്ന ലോകം നീങ്ങിയാൽ കാണുന്നവനായ ആത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകും. ഇവിടെ ലോകം നീങ്ങുക എന്നാൽ ലോകം നശിച്ചു പോകണം എന്നർത്ഥമില്ല. ലോകം സ്വപ്നമെന്ന പോലെ അപ്രത്യക്ഷമാകണം എന്നും അർത്ഥമില്ല. മഹർഷി ഉദ്ദേശിച്ചത് ലോകത്തിന് നാം കൊടുത്തിരിക്കുന്ന പരമസത്യം എന്ന പദവി നഷ്ടപ്പെടണം എന്നാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും യാഥാർത്ഥ്യമായി തോന്നുന്നത് ഈ ലോകമാണ്. ശരീരം യാഥാർത്ഥ്യം, മനസ്സ് യാഥാർത്ഥ്യം, ബന്ധങ്ങൾ യാഥാർത്ഥ്യം, സുഖദുഃഖങ്ങൾ യാഥാർത്ഥ്യം. ഇതെല്ലാം സത്യമാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കാരണമാണ് നമുക്ക് ആത്മാവിനെ കാണാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായി ഉയരും. ലോകം നിലനിൽക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ലേ? മഹർഷി പറയുന്നു, ഉണ്ടാകില്ല. ഈ ഉത്തരം കേൾക്കുമ്പോൾ പലർക്കും സംശയം വന്നേക്കാം. ജ്ഞാനിക്ക് ഈ ലോകം കാണാൻ കഴിയില്ലേ എന്ന്. തീർച്ചയായും കഴിയും. നമ്മളെല്ലാവരും തന്നെ കാണുന്നത് പോലെ ഒരു ജ്ഞാനിയും ഈ ലോകം കാണുന്നു. പക്ഷേ ഈ ലോകത്തിന് പരമസത്യം എന്ന പദവി അദ്ദേഹം നൽകുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ കരയുകയും ചിരിക്കുകയും ഭയപ്പെടുകയും എല്ലാം ചെയ്തേക്കാം. എന്നാൽ അതൊരു സിനിമ മാത്രമാണ് എന്നറിയുന്ന ഒരാളുടെ അനുഭവവും അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് കരുതുന്ന ഒരു ചെറിയ കുട്ടിയുടെ അനുഭവവും ഒരുപോലെയല്ല. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന പരമസത്യമായ യാഥാർത്ഥ്യം എന്ന പദവി ഒരു ജ്ഞാനി ഈ ലോകത്തിന് നൽകുന്നില്ല. അദ്ദേഹം ലോകം ആത്മാവിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് കാണുന്നത്. ഇതാണ് ശ്രീകൃഷ്ണൻ ഗീതയിൽ അതിസുന്ദരമായ ഒരു ഉപമയിലൂടെ പറഞ്ഞവതരിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യന് പകൽ ആയിരിക്കുന്നത് ജ്ഞാനിക്ക് രാത്രിയാണ്. സാധാരണ മനുഷ്യന് രാത്രി ആയിരിക്കുന്നത് ജ്ഞാനിക്ക് പകൽ ആണ്. ഇതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാൻ വേണ്ടി ഗീതയിലെ 2-ാം അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ കൃഷ്ണൻ പറയുന്നു, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. യാ എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ, നിശ രാത്രി അല്ലെങ്കിൽ രാത്രിയെപ്പോലെ, ബ്രഹ്മസത്യമാണ് ഉദ്ദേശിച്ചത്. സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ സകല ജീവികൾക്കും തോന്നുന്നത്. ഏതൊന്നാണോ സകല ജീവികൾക്കും രാത്രിയെപ്പോലെ തോന്നുന്നത് എന്നാണ് അർത്ഥം. തസ്യാം അതിൽ തന്നെ, അതായത് ആ ഇരുട്ടിൽ തന്നെ, ബ്രഹ്മത്തിൽ തന്നെ എന്നർത്ഥം. ജാഗർത്തി ഉണർന്നിരിക്കുന്നു. ആര്? സംയമി, സ്ഥിതപ്രജ്ഞൻ, ദ സെൽഫ് കൺട്രോൾഡ് മാൻ, ഇന്ദ്രിയ മനസ്സുകളെ ഒതുക്കിയവൻ എന്നർത്ഥം. അപ്പോൾ ഈ വരിയുടെ അർത്ഥം എല്ലാ ജീവികൾക്കും രാത്രി പോലെയുള്ളതിൽ ഒരു സ്ഥിതപ്രജ്ഞൻ, അതായത് ജ്ഞാനി ഉണർന്നിരിക്കുന്നു. ഇവിടെ രാത്രി എന്നത് ഉറങ്ങുന്ന സമയത്തെയല്ല സൂചിപ്പിക്കുന്നത്. രാത്രി ഇരുട്ടാണല്ലോ. അതുകൊണ്ട് കാണാൻ കഴിയാത്തത്, അറിയാൻ കഴിയാത്തത്, ശ്രദ്ധയിൽപ്പെടാത്തത് എന്ന അർത്ഥത്തിലാണ് രാത്രി എന്ന വാക്ക് ഇവിടെ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നാമരൂപങ്ങൾ അനുഭവവേദ്യമാകാത്ത കാലമാണ് രാത്രി. ദൃശ്യമാകാത്ത ഒരു കാലം അല്ലെങ്കിൽ അവസ്ഥയാണ് രാത്രി. കാരണം അപ്പോൾ വെളിച്ചമില്ല, ഇരുട്ടാണ്. ഇവിടെ കൃഷ്ണൻ പറയുന്നത് സാധാരണ മനുഷ്യർക്ക് രാത്രി പോലെയുള്ളത്, അതായത് അറിയാതെ പോകുന്നത്, ജ്ഞാനിക്ക് അറിയുന്നതും അനുഭവമുള്ളതും ആണെന്നാണ്. അതായത് നമ്മൾ സാധാരണ ആളുകൾക്ക് നമ്മുടെ സ്വത്വം അഥവാ സെൽഫ് അല്ലെങ്കിൽ ബ്രഹ്മം കാണാൻ കഴിയാത്തതാണ്, അറിയാതെ പോകുന്നതാണ്. അവിടെ നമുക്ക് ഇരുട്ട് പോലെയാണ്. ഇരുട്ടിൽ നമ്മൾ വല്ലതും അന്വേഷിക്കുമോ? ഇല്ല, അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒന്നും കാണാൻ കഴിയാത്തത് കാരണം, അവിടെ ഇരുട്ടാണ് എന്ന് തോന്നുന്നത് കാരണം നോക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ സംയമി, ഒരു സ്ഥിതപ്രജ്ഞൻ, അതായത് ഇന്ദ്രിയ മനസ്സുകളെ നിഗ്രഹിച്ചവൻ ആ ഇരുട്ടിലേക്ക് ഉണർന്നിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആ ബ്രഹ്മമാകുന്ന ബോധത്തിലേക്കാണ് ഒരു ജ്ഞാനിയുടെ ശ്രദ്ധ എന്നർത്ഥം. ഒരു ജ്ഞാനിക്ക് അതെങ്ങനെ സാധ്യമാകുന്നു? അതാണ് കൃഷ്ണൻ 2-ാമത്തെ വരിയിൽ പറയുന്നത്. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹെ. യസ്യം എന്ന് പറഞ്ഞാൽ യാതൊന്നിലാണോ, ഏതൊരു വിഷയബുദ്ധിയിലാണോ, നാമരൂപങ്ങളിലാണോ ജാഗ്രതി ഉണർന്നിരിക്കുന്നത്,
ആര്? ഭൂതാനി, ജീവജാലങ്ങൾ, ഓൾ ബീയിങ്സ്, നമ്മൾ സാധാരണ ആളുകൾ എന്നർത്ഥം. സാ, അത്, ആ വിഷയവസ്തുക്കളെല്ലാം, നിശ, രാത്രിയെപ്പോലെ, പശ്യതോ, കാണുന്ന, അനുഭവപ്പെടുന്ന, അറിയുന്ന, അതായത് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച എന്നർത്ഥം. ആര്? മുനേഹെ, ഒരു മുനിക്ക്, സെൽഫ് റിയലൈസ്ഡ് ആയ ഒരു ജ്ഞാനിക്ക്. അതിൻ്റെ അർത്ഥം എല്ലാ ജീവികളും ഉണർന്നിരിക്കുന്നതെന്തോ സത്യദർശനമുണ്ടായ മുനിക്ക് അത് രാത്രി പോലെയാണ്. ഇതൊന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യന് ആത്മാവ് അറിയപ്പെടുന്നില്ല, ശുദ്ധചൈതന്യം അറിയപ്പെടുന്നില്ല, തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയപ്പെടുന്നില്ല. കാരണം ആത്മാവ് രാത്രി പോലെയാണ്. പിന്നെ സാധാരണ മനുഷ്യൻ ഉണർന്നിരിക്കുന്നത് എന്തിലാണ്? ലോകത്തിലാണ്, ധനത്തിലാണ്, ലാഭനഷ്ടങ്ങളിലാണ്, സ്ഥാനമാനങ്ങളിലാണ്, വിജയപരാജയങ്ങളിലാണ്, പ്രശംസയിലും വിമർശനത്തിലുമാണ്. അതിലാണ് അവൻ്റെ ശ്രദ്ധ. എന്നാൽ ഒരു ജ്ഞാനി അവയ്ക്കൊന്നും അത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം ലോകത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നില്ല കേട്ടോ. പക്ഷേ ലോകത്തെ പരമസത്യമായി അദ്ദേഹം കാണുന്നില്ല. അവിടെയാണ് വ്യത്യാസം. നമ്മൾ സാധാരണ ആളുകൾക്ക് ഫോക്കസ് എവിടെയാണ്? ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും സുഖദുഃഖങ്ങളിലുമെല്ലാമാണ്. അതാണ് നമ്മുടെ പകൽ അഥവാ കാണപ്പെടുന്ന ലോകം. ശ്രീ രമണ മഹർഷി പറഞ്ഞുവല്ലോ, കാണപ്പെടുന്ന ലോകം നീങ്ങിയാൽ കാണുന്നവനായ ആത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകും. മഹർഷി ഉദ്ദേശിച്ചത് ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രദ്ധ പിൻവലിക്കണം എന്നാണ്. ലോകം മാത്രമാണ് സത്യം എന്ന ധാരണ മാറ്റണം എന്നാണ്. അപ്പോൾ ശ്രദ്ധ സ്വാഭാവികമായി കാണപ്പെടുന്നതിൽ നിന്ന് കാണുന്നവനിലേക്ക് തിരിയും. ഫ്രം ദ സീൻ ടു ദ സീയർ, ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക്. എല്ലാവർക്കും കാണപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഉണർന്നിരിക്കുന്നത് പകൽ പോലെയുള്ള ലോകമാണല്ലോ. അതിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് എല്ലാവർക്കും എന്താണോ മറഞ്ഞു നിൽക്കുന്നത്, സെൽഫ്, ബ്രഹ്മം അല്ലെങ്കിൽ ദൈവം, അതാണ് രാത്രി. അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം. അത് തന്നെയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞതും. എല്ലാവർക്കും രാത്രി പോലെയുള്ള ആത്മസത്യത്തിൽ സംയമിയായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ലോകത്തിലല്ല, ആത്മസ്വരൂപത്തിലാണ്. നമ്മുടെ മുന്നിൽ ഉണർന്നിരിക്കുന്ന ലോകത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ ആത്മസാക്ഷാത്കാരമുണ്ടാകുമോ? ഇല്ല. ഇവിടെയാണ് നേരത്തെ നോക്കിയ ശ്രീ രമണ മഹർഷിയുടെ രണ്ടാമത്തെ ഉത്തരം വ്യക്തത കൊണ്ടുവരുന്നത്. ലോകത്തെ യാഥാർത്ഥ്യമായി എടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം ആത്മസാക്ഷാത്കാരമുണ്ടാകില്ല. കാരണം കാണപ്പെടുന്നതിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ കാണുന്നവനിലേക്ക് ശ്രദ്ധ പോകില്ല, കാണുന്നവനെ നമ്മൾ മറന്നു പോകുന്നു. ഇതിനർത്ഥം നമ്മുടെ മനസ്സിന് ഒരേ സമയം രണ്ട് ദിശകളിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ്. കാണപ്പെടുന്നതിന് പരമപ്രാധാന്യം നൽകുമ്പോൾ കാണുന്നവന് പ്രസക്തിയില്ലാതെയാകുന്നു. കാണുന്നവനിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ കാണപ്പെടുന്നതിൻ്റെ പ്രാധാന്യം കുറയുന്നു. ഇതാണ് ശ്രീകൃഷ്ണൻ പകലും രാത്രിയും എന്ന അതിസുന്ദരമായ ഉപമയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകം രണ്ട് വ്യത്യസ്ത മനുഷ്യരെക്കുറിച്ചല്ല പറയുന്നത്, രണ്ട് വ്യത്യസ്ത ദൃഷ്ടികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ലോകകേന്ദ്രീകൃതമായ ദൃഷ്ടി, മറ്റൊന്ന് ആത്മകേന്ദ്രീകൃതമായ ദൃഷ്ടി. ആദ്യത്തേതിൽ ലോകം മാത്രമാണ് പകൽ, ആത്മാവ് രാത്രി. രണ്ടാമത്തേതിൽ ആത്മാവ് മാത്രമാണ് പകൽ, ലോകത്തിന് പരമപ്രാധാന്യം നൽകാത്തത് കൊണ്ട് അത് രാത്രിയായി മാറുന്നു. ഭഗവത്ഗീതയിലെ ഈ ആശയം ശ്രീ ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായ സുരേശ്വരാചാര്യൻ ബൃഹദാരണ്യക ഉപനിഷദ് വാർത്തികത്തിൽ കാക്കയുടെയും മൂങ്ങയുടെയും ഉപമയിലൂടെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. കാക്കയ്ക്ക് രാത്രിയിൽ കാണാൻ കഴിയില്ല, എന്നാൽ അതേ രാത്രിയിൽ മൂങ്ങയ്ക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ പകൽ കാക്കയ്ക്ക് വ്യക്തമായി കാണാൻ കഴിയുമ്പോൾ മൂങ്ങയ്ക്ക് പകൽ അത്ര വ്യക്തമല്ല. അതായത് ഒരേ ലോകം തന്നെയാണെങ്കിലും അതിനെ കാണുന്ന ദൃഷ്ടി വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഒരു അജ്ഞാനിയുടെയും ജ്ഞാനിയുടെയും അവസ്ഥ. അജ്ഞാനിക്ക് ലോകം മാത്രമാണ് യാഥാർത്ഥ്യമായി തോന്നുന്നത്, ബ്രഹ്മം അറിയപ്പെടുന്നില്ല. എന്നാൽ ഒരു ജ്ഞാനിക്ക് ബ്രഹ്മമാണ് വ്യക്തമായി അനുഭവപ്പെടുന്നത്. ലോകം അദ്ദേഹത്തിന് സ്വതന്ത്രമായ യാഥാർത്ഥ്യമല്ല. അപ്പോൾ നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര മനോഹരമായാണ് പകലും രാത്രിയും എന്ന ഉപമയിലൂടെ നമുക്ക് പരമമായ സത്യം പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു സംശയം വന്നേക്കാം. ഒരു ജ്ഞാനിയെ മറ്റുള്ളവർ കാണുമ്പോൾ ആ ജ്ഞാനി ഒരു അബോധാവസ്ഥയിലാണ് കഴിയുന്നത് എന്ന് തോന്നിപ്പോകുമോ? ഇല്ല, ഒരിക്കലും തോന്നില്ല.
ഈ കാര്യം രമണ മഹർഷി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഡേ ബൈ ഡേ വിത്ത് ഭഗവാൻ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എ ജ്ഞാനി ഇസ് നോട്ട് അൺകോൺഷ്യസ് ആസ് ഇൻ സ്ലീപ്പ് ബട്ട് ഫുള്ളി എവേക്ക് ഇൻ ദ സെൽഫ്. സോ ഹിസ് സ്റ്റേറ്റ് ഇസ് സ്ലീപ്ലെസ്. ദിസ് സ്ലീപ്ലെസ് സ്ലീപ്പ്, wakeful sleep, or whatever it may be called, is the turiya state of the self. ഒരു ജ്ഞാനി ഉറക്കത്തിലെന്ന പോലെ അബോധാവസ്ഥയിലല്ല, മറിച്ച് ആത്മാവിൽ പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. അതിനാൽ അവൻ്റെ അവസ്ഥ ഉറക്കമില്ലാത്തതാണ്. ആ ഉറക്കമില്ലാത്ത ഉറക്കം, ഉണർന്നിരിക്കുന്ന ഉറക്കം, അല്ലെങ്കിൽ അതിനെ എന്തുതന്നെ വിളിച്ചാലും അത് ആത്മാവിൻ്റെ തുരിയാവസ്ഥയാണ്. ഇതിനർത്ഥം ശ്രീകൃഷ്ണൻ പറഞ്ഞ രാത്രി തുര്യം ആണ് എന്നാണ്. ഗീതയിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി പരിശോധിച്ചാൽ, യാ സർവഭൂതാനാം നിശ, എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുന്നതിൽ, തസ്യാം സംയമി ജാഗർത്തി, അതിൽ സ്ഥിതപ്രജ്ഞൻ ഉണർന്നിരിക്കുന്നു. യസ്യാം ഭൂതാനി ജാഗ്രതി, എന്തിലാണോ സർവ്വജീവജാലങ്ങളും ഉണർന്നിരിക്കുന്നത്, സാ പശ്യതോ മുനേഹെ നിശ, അത് ഗ്രഹിക്കുന്ന ജ്ഞാനിക്ക് രാത്രിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണനും സുരേശ്വരാചാര്യരും രമണ മഹർഷിയും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ സത്യമാണ്. ലോകത്തിലല്ല, അതിനെ അറിയുന്ന ചൈതന്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ അജ്ഞാനം അകലുകയും ആത്മജ്ഞാനം സ്വയം പ്രകാശിക്കുകയും ചെയ്യുമെന്നർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.